ഈ ആൽമരത്തിനോട് പെർഫോം ചെയ്യാൻ ഇന്ന് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദിയിൽ നിന്ന് പസിഫിക് വേണ്ടിയിട്ട് വന്ന് നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. വെച്ചാൽ ഞാൻ ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂപ്പാറ, എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ മാഷായിരുന്നു വസിഫ. അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വേദിയിൽ സാറിനുണ്ടെങ്കിൽ പാടാൻ സാധിച്ചതിലും ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. മലപ്പുറത്തിന് ഇങ്ങനെ ഒരു സംഗീത വിരുന്ന് ഒരുക്കാൻ ഇവിടുത്തെ DYFIയും യുവജന സംഘടനയും ഒക്കെ തയ്യാറായതിൽ വലിയ സന്തോഷമുണ്ട്. ആ വേദിയിലേക്ക് എനിക്ക് വരാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള അജയോടൊപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കലാ സാംസ്കാരിക രംഗത്ത് നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ നമുക്ക് തരാനുള്ളത് ഒന്ന് പറയാമോ? അത് ഞാനിപ്പോൾ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗം കലയുണ്ട്. ഒരുപാട് ചിത്രമുണ്ട്, അതുപോലെ സംഗീതമുണ്ട്, നാടകമുണ്ട്, അങ്ങനെ വിവിധ മേഖലകളുണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ച സ്കൂളും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ്. അതുപോലെ ഒരു സ്കൂൾ ഓഫ് ആർട്സ് നമ്മുടെ മലപ്പുറത്ത് സ്ഥാപിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതിനാവശ്യമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്ത് ഇപ്പോൾ ഇവിടെ വരേണ്ടതായിരുന്നു അതുൽ നറുകര, നമ്മുടെ നാട്ടുകാരനാണ്, മഞ്ചേരിക്കാരനാണ്. ഇവിടുന്ന് പാടിയത് ഇപ്പോൾ ഡബ്സി മലപ്പുറത്തുകാരനാണ്. മലപ്പുറം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കലാകാരന്മാരുണ്ട്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം, നമ്മുടെ മോയിൻകുട്ടി വൈദ്യ സ്മാരകം, ആ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ് ഇന്നും പല പാട്ടുകളാക്കി അതിനെ പരിവർത്തനം വരുത്തി ഒക്കെ പാടുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളുണ്ട്. അങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമാണ് മലപ്പുറം. ആ മലപ്പുറത്തെ ഒരു സ്കൂൾ ഓഫ് ആർട്സിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാവശ്യമായ ഇടപെടൽ നടത്തും എന്ന് ഈ അവസരത്തിൽ ഈ ജനത്തെ സാക്ഷി നിർത്തി പറയുകയാണ്.